സാംസ്കാരിക വേദി അല്ലെങ്കിൽ ലിറ്ററേച്ചർ ലെവലിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സ്ത്രീകൾ കൊടുക്കുന്നത് ഈ ഒരു ഏരിയ അതിർവരമ്പുകളും പരിമിതികളും നിശ്ചയിക്കാതെ ഉള്ള ഒരു ഇടമായതുകൊണ്ടാണ്. ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി മാത്രമുള്ള മനുഷ്യരല്ല എല്ലായ്പ്പോഴും സ്ത്രീകൾ എന്ന് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എഴുത്തിടങ്ങളിലാണ് പരിമിതികളില്ലാണ്ട് നമ്മളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. രാഷ്ട്രീയം നമുക്കറിയാം, അതിൻ്റെ ഒരു അടിസ്ഥാന തലം തൊട്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ പല തുറകളിൽ നിന്ന് പല തരത്തിലുള്ള ആക്രമണങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. ഈ ഒരു പൊളിറ്റിക്കൽ വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മോറൽ പോലീസിങ് ആയാലും കമ്മ്യൂണൽ ടാർഗറ്റിംഗ് ആയാലും ഓൺലൈൻ അബ്യൂസ് ആയാലും ഒക്കെ നേരിടേണ്ടി വരാറുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു പുതിയ ഡിജിറ്റൽ രാഷ്ട്രീയ സംസ്കാരം രാഷ്ട്രീയത്തിലേക്ക് ആളുകൾ വരാൻ അല്ലെങ്കിൽ സ്ത്രീകൾ വരാൻ അവർക്ക് ഒരു പുതിയ തരത്തിലുള്ള ഭയം സൃഷ്ടിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ? സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നതിനപ്പുറത്തേക്ക് രണ്ടാമത് മിൻഹ ഉപയോഗിച്ച വിസിബിലിറ്റി എന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി ശരിയായൊരു കാര്യം എന്നെനിക്ക് തോന്നുന്നു. വിസിബിലിറ്റി ഉണ്ട്, നിരന്തരമായി ശ്രദ്ധിക്കപ്പെടുന്നൊരു മേഖലയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ചാൽ പുറത്തേക്ക് എത്തുമ്പോഴാണ്. ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് മറ്റേ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, ബഹളങ്ങൾ, സ്ഥാനാർത്ഥികൾ മാത്രമൊന്നുമല്ല. ഏറ്റവും അടിത്തട്ടിൽ ഇതൊന്നും അല്ലാതെ വീടാന്തരം കയറി പ്രചരണം നടത്തുന്ന, ഇതിനെ സ്നേഹിക്കുന്ന, ഈ ആശയങ്ങളോട് ജനാധിപത്യത്തിന് കാവൽ നിൽക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. അവർ മുതൽക്ക് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു ഹൈറാർക്കി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഈ പറയുന്ന ഒരു കൂട്ടമാണ് ശരിക്കും രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത്. അപ്പം മേൽത്തട്ടിലുള്ള ഒന്നോ രണ്ടോ ആളുകളല്ല, പക്ഷെ ഏറ്റവും അടിത്തട്ടിൽ ഇന്ത്യയുടെ ഒരു സ്ട്രക്ചറിനെ, മതേതരത്വത്തെ, ഇവിടുത്തെ ജനാധിപത്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വാരിയേഴ്സ്, പോരാളികൾ പോലെ നിൽക്കുന്ന ആ കൂട്ടരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തുടങ്ങുന്നത്. അത് ചുമതലകളുള്ളവരാണ് മുകളിലെത്തുമ്പം കുറച്ചുകൂടി ഉള്ളത്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വിസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെയാണ് പല മേഖലകളിൽ നിന്നും, ഇപ്പം ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ട്, ഇപ്പം ഞാൻ എൻ്റെ വ്യക്തിപരമായൊരു കാര്യം പറയുകയാണെങ്കിൽ, സ്ത്രീ ആയിക്കൊണ്ട് ഇതിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഒരു മുസ്ലിം സ്ത്രീ ആയിക്കൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ വേഷം, നമ്മൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ ഞാൻ മലയാളം പറയുന്നതെന്ന് പറയും, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയാം, ഇങ്ങനെയല്ല ഭാഷ എന്നല്ല പറയാം, മാറ്റ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഈ വർത്താനം കൊണ്ടൊക്കെ എന്തെന്നാ ഈ സാധനം നമ്മൾ കേൾക്കും. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളെ ശൈലികൾ, നമ്മുടെ ഭാഷ, നമ്മുടെ വസ്ത്രം, നമ്മളെ ലുക്ക്, എല്ലാ സാധനങ്ങളും സ്വാഭാവികമായിട്ടും ഈ ഡിജിറ്റൽ വേൾഡിൽ കുറച്ചുകൂടി ഈ നിരന്തരമായി സ്ക്രൂട്ടിനൈ ചെയ്യപ്പെടുന്നുണ്ട്. ഡിജിറ്റൽ വേൾഡിനോട് അതിൻ്റെ ഒരു അജ്ഞതയുള്ള അല്ലെങ്കിൽ അറിയാവുന്ന പല ആളുകളും ഉണ്ടാവുന്നൊരു സ്വാഭാവികമായ പേടി എന്ന് പറയുന്നത് ഏറ്റവും അധികം നമ്മുടെ സ്വകാര്യത ദുരുപയോഗം ചെയ്യാൻ സാധിക്കുന്ന ഒരിടം കൂടിയാണല്ലോ. അപ്പം നിങ്ങളുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പ്രശ്നമല്ലേ എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ഇപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെയുള്ള ഈ ആളുകളോട് മാത്രം ആയിരിക്കില്ല സംസാരിക്കുന്നത് നമുക്ക് തോന്നുവാണ്. ഇവിടെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് ഏതെങ്കിലും ഒരു കാലത്ത് യൂട്യൂബിലോ മറ്റിടത്തോ വരുമല്ലോ. ഞാൻ പറയുന്ന കേക്ക് നിങ്ങളൊന്നും അല്ല, നിങ്ങളാണ് കേട്ടോ. എന്നാലും നിങ്ങളെക്കാൾ അപ്പുറത്തൊരു ഓഡിയൻസ് ഇത് ഞാൻ ഈ പറയുന്ന വാക്കിനെ നാളെ കീറി മുറിക്കും. ഇവളെന്ത് പറഞ്ഞു എന്ന് കേൾക്കുന്ന, ഞാനെന്നല്ല ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും പറയുന്ന വാക്കിനെ ഇതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം, നല്ല കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഏറ്റെടുക്കണമെന്നില്ല, ഏറ്റെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ലോകമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാനോ എൻ്റെ ചുറ്റുമുള്ള എനിക്ക് കണ്ണാൽ കാണാവുന്ന മനുഷ്യരോ അല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിനപ്പുറമുള്ള എല്ലാ മനുഷ്യരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ഒരു സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിനൊരു പ്രയാസം കൂടിയുണ്ട്. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ജനാധിപത്യവും മതനിരപേക്ഷതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നൊരു കാലമാണ്. നമ്മുടെ വേഷം നോക്കിയും പേര് നോക്കിയും ഒക്കെ നമ്മുടെ പൗരത്വം തന്നെ നിർണ്ണയിക്കപ്പെടുന്നൊരു കാലമാണ്. ഇന്നലെയാണ് ഞങ്ങൾ കോഴിക്കോട് പോയി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പാങ്ങിലൂടെ ഇങ്ങനെ കയറിപ്പോയത്. പാങ്ങ് ഈ അടുത്ത് വീണ്ടും വലിയ ചർച്ചയാവുന്നത്
ഈ വലിയ ദുരന്തം കേരളത്തിൽ കുറച്ച് സ്കൂൾ ടീച്ചേഴ്സ് സഞ്ചരിച്ച വാഹനം മറിഞ്ഞുണ്ടാകുന്ന ഒരു ദുരന്തത്തോടു കൂടി പാങ് എന്ന് പറയുന്ന സ്ഥലം വീണ്ടും ചർച്ചയാവും. പാങ് ഞങ്ങളുടെ തന്നെ നാട്ടിലുള്ള ഒരു വളരെ ചെറിയ സ്ഥലം. അപ്പോൾ പാങ്ങിലൂടെ കടന്നു പോകുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളിങ്ങനെ പറയുന്നു, ഒരു കഥയുണ്ടായിരുന്നല്ലോ NS മാധവൻ്റെ എന്ന് പറഞ്ഞിട്ട്, ഭൂപടത്തിൽ ഇല്ലാത്തൊരു മനുഷ്യനായിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്ന, എന്ന് വെച്ചാൽ ഒരു മാധ്യമ ഒരു സാധാരണക്കാർ ഒരു എന്തായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന തൊഴിലെന്ന് എനിക്ക് ഓർമ്മയില്ല, മുംബൈ എന്ന് പറയുന്ന കഥയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരു പാസ്പോർട്ട് എടുക്കേണ്ട സാഹചര്യം വരുന്നു, അതിന് വേണ്ടിയിട്ട് രേഖകൾ ഹാജരാക്കേണ്ട സാഹചര്യം വരുന്നു. രേഖകൾ ഹാജരാക്കുമ്പോൾ എവിടെയാ സ്ഥലം ചോദിക്കുമ്പോൾ അദ്ദേഹം പാങ് എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഏറ്റവും ചെറിയ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് പാങ് എന്ന് പറയുന്നത്. അപ്പോൾ പാങ് ഏറ്റവും രസമായിട്ട് ആദ്യം കഥയിലോ അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധയിലോ വരുന്നത് NS മാധവൻ്റെ കഥയിലാണ്. പക്ഷെ ആ കഥ ഇങ്ങനെ അവസാനിക്കുന്നത്, പ്രമീള ഘോഗലെ എന്നോ മറ്റോ ആണ് ആ സ്ത്രീയുടെ പേര്. ആ ഉദ്യോഗസ്ഥ ചോദിക്കുകയാണ്, ഈ മാപ്പിൽ നിങ്ങൾക്ക് പാങ് കാണിച്ചു തരാൻ പറ്റുമോ എന്ന്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വേർക്കുകയാണ്, എനിക്ക് ഈ മാപ്പിൽ പാങ് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് ഒന്നാമത്തെ പ്രശ്നം, ഒരു മുസ്ലിം പേരുള്ള കഥാപാത്രമാണത്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് നോക്കിയിട്ടാണ് ഇവർ നിർണ്ണയിക്കുന്നത് ഇവർക്ക് പാസ്പോർട്ട് കൊടുക്കണമോ വേണ്ടിയോ എന്നുള്ളത്. അപ്പോൾ 1960 നിങ്ങൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇവിടെ രേഖകൾ ഇല്ല എന്ന് പറയുമ്പോൾ 1961 നിങ്ങളുണ്ടല്ലോ. അപ്പം അയാൾ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഞാനൊരു നുഴഞ്ഞുകയറ്റക്കാരനാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആ പ്രമീള ഘോഗലെ എന്ന് പറയുന്ന കഥയിലെ കഥാപാത്രം പാസ്പോർട്ട് ഓഫീസർ നോക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. ഇവൻ്റെ പേരെന്താ, പേര് ഞാൻ മറന്നു, ഇത് കുറേ മുമ്പ് വായിച്ചൊരു കഥയാണ്. പക്ഷെ ഇവൻ്റെ പേരൊരു മുസ്ലിം പേരാണ്. ആ മുസ്ലിം പേരുണ്ട്, നമ്മളാരും കേൾക്കാത്തൊരു സ്ഥലമുണ്ട്, എന്നാൽ പിന്നെ നീ നാട്ടുകാരനല്ല, പണ്ട് ഏതൊരു യുദ്ധം നടന്നതിന് പിറ്റേ കൊല്ലം ഇവിടെ ഉണ്ട്, അപ്പം പിന്നെ ഉറപ്പാണ് നീ ഒരു തീവ്രവാദിയാണ് എന്ന് പറയുന്നൊരു കാലം. കഥ വായിക്കുന്ന കാലത്ത് നമുക്ക് തോന്നുമോ ഇതൊക്കെ ഉണ്ടോ, എന്നാൽ ഇതുണ്ട്, ഇതേ ഉള്ളൂ. ഇതുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് വർത്തമാനം പറഞ്ഞാലും ഓളൊരു താത്ത, ഓളൊരു തീവ്രവാദി, പിന്നെ വർഗീയവാദി, ഞാൻ എന്ത് പറഞ്ഞാലും വർഗീയവാദിയാണ്. ഞാൻ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ വിചാരിക്കണം, എൻ്റെ മതേതരത്വം നന്നാക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ ആലോചിച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന രൂപത്തിൽ നമ്മളെ തന്നെ ഇങ്ങനെ, ഞാൻ വളരെ നല്ല മനുഷ്യനാണ്, ഞാൻ വളരെ നല്ലൊരു സ്ത്രീയാണ്, ഞാൻ വളരെ മതേതരത്വവാദിയാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാലം നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. വളരെ ഇതൊന്നും കോൺഷ്യസ്ലി അല്ലാതെ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ നല്ല മനുഷ്യനാണ്, ഞാൻ നല്ല മനുഷ്യനാണ്, എനിക്ക് സംശയമില്ല. ഇവിടെ ഇരിക്കുന്ന ആരും അങ്ങനെയല്ല. എന്ന് വെച്ചാൽ ഒരു മോശം സ്വഭാവമോ ഒരു ചിന്തയോ ഉള്ള ആളുകളല്ല. പക്ഷേ ഞങ്ങൾക്ക് എന്ത് മതി അറിയോ, ഈ ഇരുത്തം മതി, ഓഡിയൻസ് മാറിയാൽ മതി, ഈ ഇരുത്തം മതി. ഞാനിവിടെ ഇരുന്നിട്ട് ഒരു മൈക്കും പിടിച്ച് നിൽക്കുന്നു. ഇവിടെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് നോക്കൂ, നിരന്തരമായ കമൻറ്റുകളാണ്, പാകിസ്ഥാനിലേക്ക് പോടി, പാകിസ്ഥാൻ ഞാൻ തമ്മിൽ എന്ത് ബന്ധം മനുഷ്യ, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്നവരെ പാകിസ്ഥാൻ പോയിട്ടില്ല, ഞാൻ സിനിമയൊക്കെ കാണാറുണ്ട്, പാകിസ്ഥാനി ചുരിദാർ ഇടാറുണ്ട്, ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പാകിസ്ഥാനുമായിട്ട് ബന്ധമില്ല. എന്ന് വെച്ചാൽ ചരിത്രവും കഥകളും വേറെ ഉണ്ടാവും. പക്ഷെ ഞാനിവിടെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ എങ്ങോട്ട് പോകണം, പാകിസ്ഥാനിലേക്ക് പോകണം. എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും അറിയാം ഞാൻ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ ഈ ഓൺലൈനിൽ ഇരുന്ന് അപ്പുറത്ത് സ്ക്രൂട്ടിനി ചെയ്യുന്ന ചേട്ടനോ ചേച്ചിക്കോ അറിഞ്ഞൂടല്ലോ. അയാൾക്ക് എളുപ്പമുള്ള കാര്യം എന്താണ്, പാകിസ്ഥാനിലേക്ക് പോകും, പാകിസ്ഥാൻകാർക്ക് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു കാലഘട്ടമാണ്. ആ ഒരു പ്രശ്നം എല്ലാ മേഖലയിലും എന്ന പോലെ തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ അത് കുറച്ചുകൂടി രൂക്ഷമാവുന്നത് നമ്മളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്താ, ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ഈ രാജ്യത്തിൻ്റെ പറഞ്ഞ പോലെ ജനാധിപത്യവും കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്നത്. അതൊരു പണിയാണോ? അതൊരു പണിയാണ്. അങ്ങനെ അതിനുവേണ്ടി നിലനിൽക്കുന്ന മനുഷ്യന്മാരാകുമ്പോൾ അതിഷ്ടപ്പെടാത്ത ആളുകൾ നിരന്തരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ടാർഗറ്റ് ഒന്നാമത്തെ ഇങ്ങനെ വർഗീയവാദി എന്ന ആക്ഷേപം കൊണ്ടായിരിക്കും. രണ്ടാമത്തേത് സ്ലട്ട് ഷെയ്മിങ് ആയിരിക്കും. ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. സ്ത്രീകളാവുമ്പോൾ രണ്ട് വർത്താനം പറഞ്ഞ ഓലോല പൊരേ പൊയ്ക്കോളും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തെ, നമ്മുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്ന, ഓള് രാത്രി 12 മണിക്ക് കൈക്കോടി പോകുന്നു, ഈ സാധനം മതി, ഈ പറഞ്ഞ പോലെ രാത്രി 12 മണിക്ക് പോകുന്ന ആളാണ്, എന്നാൽ പിന്നെ അവൾ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനും വില വെക്കണ്ട, അല്ലെങ്കിൽ അവൾ എഴുതിയ ഒരു കഥക്കും വാലിഡിറ്റി ഇല്ല. പിന്നെ കുലസ്ത്രീ അല്ല. രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവളാണോ? താഹിറയുടെ കഥകൾ വായിക്കരുത്. അവൾ എന്താണ്, അവളൊരു അസുഖം വേണ്ട. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. സ്ത്രീകളാവുമ്പം ഈ രണ്ട് കാര്യത്തിൽ അടങ്ങിയിരുന്നോളൂ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ അടങ്ങിയിരിക്കൂല, അത്രേ ഉള്ളൂ. അടങ്ങിയിരിക്കാൻ ഒരു മനുഷ്യനും ഉദ്ദേശമില്ല. അത് തുടർന്നുകൊള്ളൂ, ഞങ്ങളും തുടർന്നുകൊള്ളൂ, അത്രേ ഉള്ളൂ. താങ്ക് യു. കുലസ്ത്രീയും ചന്തപ്പെണ്ണും ഉണ്ടായത് എങ്ങനെയെന്ന് നമ്മൾ ഒന്നുകൂടെ വായിക്കേണ്ടതുണ്ട് അല്ലേ?
താഹിറ, എനിക്ക് നമ്മുടെ സമയം ഏകദേശം ആയിട്ടുണ്ട്. 10 മിനിറ്റാണ് തോന്നുന്നു അല്ലേ പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. അതിന് മുൻപ് ഒരൊറ്റ ചോദ്യം കൂടെ താഹിറയോട് ചോദിക്കാനുണ്ട്. സാഹിത്യം എങ്ങനെയാണ് ശരിക്കും ഹെർ സ്പേസ് ആയിട്ട് മാറുന്നത്? ആ സ്പേസിൽ അവളുടെ ഒരു ഫിസിക്കൽ സ്പേസ് ആണോ, അതല്ല ഇമോഷണൽ സ്പേസ് ആണോ, ഇൻ്റലക്ച്വൽ സ്പേസ് ആണോ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എന്ന നിലയ്ക്ക് എഴുതാൻ സാധിക്കുക? എനിക്ക് സാഹിത്യം അല്ലെങ്കിൽ എൻ്റെ വായന, എൻ്റെ എഴുത്ത് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ മെഡിറ്റേഷനാണ്. എനിക്ക് എല്ലാ തിരക്കിനിടയിലും ഒരു പുസ്തകം കിട്ടിയാൽ അന്ന് ഞാൻ അനുഭവിച്ച എൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും ഒന്ന് മാറ്റാൻ ഞാൻ വേറെ ഒരു ലോകത്തിലോട്ടേക്ക് എന്നെ തന്നെ കൊണ്ടുപോകുന്ന ഒരു വഴിയാണ് ഒരു പുസ്തകം എടുത്തുവെച്ച് വായിക്കുക എന്നുള്ളത്. അതല്ല, എൻ്റെ കയ്യിലൊരു ത്രെഡ് ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ആ ഒരു ത്രെഡുമായിട്ട് ഒരു കഥയായിട്ട് ഇരിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ എൻ്റെ മുറിയിൽ പോകുന്നു, എൻ്റെ പേന എടുക്കുന്നു, എൻ്റെ പുസ്തകം എടുക്കുന്നു, എൻ്റെതായി സ്വയം ഒരു റിലാക്സേഷൻ മെത്തേഡ് കണ്ടെത്തുന്ന ഒരു വഴിയാണ് എനിക്ക് എഴുത്തും വായനയും. ഒരുവിധം പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ് ആണെങ്കിലും മെൻ്റൽ ഹെൽത്തൊക്കെ ആണെങ്കിലും ഒരുപാട്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മാത്രമല്ലല്ലോ ഇപ്പോൾ എന്നെ കേൾക്കുന്നതും എന്നെ കാണുന്നതും. ഈ ഒരു ലോകത്തിൽ നിന്നും മാറിയിട്ട്, ഒരു വെർച്വൽ ലോകത്തിൽ നിന്നും മാറിയിട്ട് ഒരു റിയാലിറ്റി ലൈഫ് കൂടെ മനുഷ്യൻ ഉണ്ട് എന്നുള്ളത് മറന്നു പോകുന്ന ഒരു ഇടത്തിൽ കൂടി നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് സാഹിത്യം, വായന ഇതെല്ലാം നിലനിൽക്കേണ്ടത് ഇമോഷണൽ ഇൻ്റലിജൻസിനെയും മെൻ്റൽ ഹെൽത്തിനെയും ഇംപ്രൂവൈസ് ചെയ്യാനുള്ള ഒരു നല്ല ടെക്നോളജി ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെ കുട്ടികളുടെ അടുത്തും എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട് സർക്കിളിലും ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കെന്തോ നമ്മളൊക്കെ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഞാൻ ഡിപ്രഷനിലോട്ടേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മളുടെ കറണ്ട് സിനാരിയോയിൽ നിന്നൊന്ന് മാറി ചിന്തിക്കൂ. അത് ചിന്തിക്കാൻ വായന നിങ്ങളെ സഹായിക്കുമെന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്കുള്ള സമയമാണ്, ചോദിക്കാം. ഇവിടെ ഒരു ആരോഗ്യകരമായ ഒരുപാട് ചർച്ചകൾ നടന്നു. പക്ഷേ സ്ത്രീകൾ എന്ത് പൊതുരംഗത്തേക്ക് വരാത്ത എന്ന് ചോദ്യത്തിന് 50 വർഷം ബാക്ക് എടുത്തു കഴിഞ്ഞാൽ സിനി ഫീൽഡിൽ ഏറ്റവും നിറഞ്ഞു നിന്നത് സ്ത്രീകളായിരുന്നു. സംഗീത രംഗത്ത് സ്ത്രീകളായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നില്ല? നിങ്ങൾക്ക് നിങ്ങളതായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ പറ്റാത്ത നിങ്ങൾ തന്നെയാണ് അതിന് കാരണം. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയും മോളോടും ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും സഹകരിക്കാൻ പറയും. പക്ഷെ അവർക്ക് എവിടെയെങ്കിലും എത്തുമ്പോൾ അത് നിങ്ങൾ പറ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ 10% കാര്യം പറഞ്ഞു. നിങ്ങൾ തന്നെ ഒന്ന് വളർന്നു വരിക എങ്കിൽ ഇവിടെ ഈ നീചത്വങ്ങളും പല കാര്യം ഇപ്പം നമുക്ക് ഒന്നെടുക്കാം. പഴയ കാലത്ത് നാടകവേദിയിലുണ്ടായ ആയിഷേച്ചി നാടകരംഗത്ത് വരുമ്പോൾ ഒരുപാട് ഏറുകൾ കൊണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ നിന്ന്. പക്ഷേ അദ്ദേഹം ധീരമായി വന്ന് ഇന്ന് വളരെ ജ്വലിച്ച് നിൽക്കുക. ഇതിന് കാരണം നമ്മൾ തന്നെ. ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം സംസാരിക്കുന്നില്ല എങ്കിൽ ഞാൻ ബലഹീനനാണ്. അപ്പം സ്ത്രീകൾ തന്നെ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും പൊതുരംഗത്തേക്ക് ആക്റ്റീവായിട്ട്, അത് രാഷ്ട്രീയമായാലും ശരി സാമൂഹികമായാലും. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ ഇത്ര ആക്റ്റീവായ കാലത്താണ് കുറച്ചെങ്കിലും സ്ത്രീകൾ ആക്റ്റീവായിട്ട് വരുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഇതാണ് എനിക്ക്. സാറ് പറഞ്ഞല്ലോ നിങ്ങളുടെ മോളുടെ അടുത്തും ഭാര്യയുടെ അടുത്തും പറയാറുണ്ടെന്ന്. അപ്പൊ അവരോട് ചോദിക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ ആരാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഇവിടെ അടച്ചുപൂട്ടിയിട്ടുള്ളത് എന്നാണ്. അത് ഞാൻ തുറന്നു പറഞ്ഞു. ആ ഒരൊറ്റ അതാ ഞാൻ പറയുന്നത്. നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ആരും അടച്ചു പൂട്ടി വെച്ചിട്ടില്ല എന്നുള്ള ധാരണ കൊടുക്കേണ്ടത് നമ്മളുടെ വീടുകളിൽ നിന്നാണ്. ആ ധാരണ മക്കളിലോ ഭാര്യയിലോ നിങ്ങൾക്ക് ചുറ്റുമുള്ള സ്ത്രീകളിലോ ഇല്ലാത്തിടത്തോളം കാലം ഒരു സ്ത്രീയും പുറത്തോട്ടേക്ക് വരാൻ മടിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം മാഡം ഇത്ര ആക്റ്റീവായി 20 വർഷത്തോളം മെഡിറ്റേഷൻ രംഗത്തും മെഡിക്കൽ രംഗത്തും ആക്റ്റീവായിട്ട് നിന്നെന്ന് ഞങ്ങൾ ഈ വേദിയിൽ നിന്നാണ് അറിയുന്നത് നിങ്ങളെ പറ്റിയിട്ട്. അത് എൻ്റെ തെറ്റല്ല. അതെന്തുകൊണ്ടാണ് പൊതുരംഗത്ത് സ്ത്രീകൾ യഥേഷ്ടം ഇറങ്ങി വരുമ്പോൾ ചില പ്രതിസന്ധികളുണ്ട്, സമൂഹത്തിൽ ഒരുപാട് നീചത്വങ്ങളുണ്ട്. അതിനെ നമ്മൾ പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്കുള്ള ഒരു അഭിപ്രായം. താങ്ക് യു ഫോർ ദാറ്റ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനാണെങ്കിലും നജ്മ ആണെങ്കിലും അങ്ങനെ മുന്നോട്ടേക്ക് വന്നതിൻ്റെ ഭാഗമായാണ്
ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നതും ഞങ്ങളെ നിങ്ങൾ കേട്ടതും. അതെ, ആ മാറ്റമാണ് ഇനിയും കൂടുതലേക്ക് എത്തട്ടെ. തീർച്ചയായും ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കാട്ടോ. മുമ്പ് കുറേ സിനിമയിൽ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ നാടകത്തിൽ ആൾക്കാരുണ്ടായിരുന്നു, വിപ്ലവകാരികളായ സ്ത്രീകളുണ്ടായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ടായിരുന്നു, എന്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഇപ്പോൾ ഉണ്ടാവാത്തത് എന്ന് ചോദിച്ചാൽ, ഒറ്റ വിപ്ലവം കൊണ്ട് മാത്രം സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവില്ല. ഒറ്റ വിപ്ലവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അവരൊക്കെ അവരുടെ ശക്തി കൊണ്ട് മാത്രം മുന്നോട്ട് വന്ന ആളുകളാണ്. സ്ട്രക്ചറൽ ചേഞ്ച്, ഒരു സമൂഹത്തിനകത്ത് സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടായാലേ കൂടുതൽ ആളുകൾ കയറി വരുള്ളൂ. എന്തുകൊണ്ട് സ്ത്രീകൾ വന്നില്ല എന്നതിൻ്റെ ചോദ്യം സ്ത്രീകൾ മടങ്ങിയിരുന്നുകൊണ്ടല്ല, സ്ത്രീകൾ വരണ്ടാന്ന് തീരുമാനിച്ച ആൾക്കാർ ശക്തിയോടുകൂടി അങ്ങ് നിന്നുകൊണ്ടാണ്. ഇപ്പോഴാണ് ഞാൻ പറയാം, ഇപ്പോഴാണ് ആ കെട്ടുപാടുകൾ പൊട്ടിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്നത്. ഞാൻ സാറ് പറഞ്ഞതിലേക്ക് തന്നെയാണ് വരുന്നത്. ദൃശ്യമാധ്യമ കാലത്താണ് ഇവർ കുറച്ചെങ്കിലും മുന്നോട്ട് വരുന്നത്. എന്തുകൊണ്ട്? അവിടെ ഇവർക്ക് ഇടപെടാൻ പറ്റുന്നില്ല. ഇവിടെ ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് അഥവാ ഈ ഞാൻ ആണുങ്ങൾ എന്ന് പറയുന്ന വർഗത്തെയല്ല കുറ്റം പറയുന്നത്, പക്ഷെ ആണഹന്ത ബോധം എന്ന് പറയുന്ന ഒരു ബോധം ഇടപെടാൻ പറ്റാത്തയിടത്ത് സ്ത്രീകൾ യഥേഷ്ടം സുന്ദരമായിട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ ബോധവും അതിനെ സപ്രസ് ചെയ്യുന്ന സിസ്റ്റമാണ് പ്രശ്നം. അതിനെ ഓവർകം ചെയ്യാനുള്ള ശ്രമങ്ങളിലാണ് നമ്മൾ. അതിന് താങ്കളുടെ വീട്ടിൽ താങ്കൾ നൽകുന്ന പിന്തുണക്ക് നന്ദി. അങ്ങനെ എല്ലാ വീടുകളും ഉഷാറാവട്ടെ. ഒരു കാര്യം കൂടി, നമ്മൾ വേൾഡിൽ നമ്മളെ ഭാരതം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്തുള്ള ഏക കൺട്രി ഇന്ന് വേൾഡിൽ ഇന്ത്യയാണ്. ഇവിടെ നമുക്ക് ആർക്കും ആരെയും വിമർശിക്കുക, അഭിപ്രായം പറയാം, ഒരു ഗവൺമെൻറ്റിൽ നിന്നും ഒരു തടസ്സവും ഇല്ല. ചില കേസുകളിൽ നടക്കുന്നുണ്ടാവാം. ഞാനിപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ ചിലത് പോയ സമയത്ത് അവിടെ ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിനെതിരെ സംസാരിച്ചാൽ ഇമ്മീഡിയറ്റ് അറസ്റ്റാണ്. ഞാൻ മനസ്സിലാക്കിയത് എല്ലായിടയ്ക്കും പറയുന്നത് അത് ചില കാര്യം ഞാനത് ചിലത് പബ്ലിക് പറയാൻ എനിക്ക് വിഷമമുണ്ട്. അന്നേരം അതൊരു വിരുദ്ധമായിപ്പോവും. ഞാൻ അതിലേക്ക് കൂടുതൽ ചർച്ചയ്ക്ക് പോകുന്നില്ല. ഞാൻ ഈ പോയ സമയത്ത് പലതും കണ്ടപ്പോൾ മനസ്സിലാക്കിയത് അതൊരു കോണിൽ വെച്ച് അതൊരു ചർച്ചക്കല്ല, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം അത്യുന്നതയിൽ നിൽക്കുമ്പോൾ അതിന് ഇത്രയും സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് ഒന്നുകൂടി തൻ്റെ ഇടത്തിൽ മുന്നോട്ട് വരാൻ പറ്റൂ എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. തീർച്ചയായും അവസാനിപ്പിക്കട്ടെ. ഒറ്റ കാര്യം, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം വളരെ മഹത്തരമായതാണ്, സംശയമില്ല. നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളെക്കാൾ ഇവിടെ ജനാധിപത്യമാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കുക തന്നെ വേണം. പക്ഷേ എന്നിട്ടും ഇവിടെയും പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇവിടെയും ഗുജറാത്തിനെ കുറിച്ച് BBC ഒരു ഡോക്യുമെൻ്ററി ഇറക്കി. ആ ഡോക്യുമെൻ്ററി യൂട്യൂബിൽ പോലും കിട്ടാൻ പറ്റാത്ത വിധം ഇന്ത്യയിൽ ബാൻ ചെയ്തു. നരേന്ദ്രമോദിക്കെതിരെ എന്നാണ് പറഞ്ഞത്. അവരുദ്ദേശിച്ചത് ഗുജറാത്തിൽ നടന്ന കലാപത്തെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി എന്ന് മാത്രമായിരുന്നു. പക്ഷെ അത് പ്രധാനമന്ത്രിക്കെതിരെയാണ് എന്ന് പറഞ്ഞ് ബാൻ ചെയ്യുന്ന നാടുകൂടിയാണിത്. ഞാൻ വ്യക്തിപരമായി പറയുകയല്ല, പക്ഷെ എന്നാൽ പോലും പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുന്ന വെറുതെ UAPA ചുമത്തുന്ന ഒരു രാജ്യം കൂടിയാണ്. അങ്ങനെയുള്ള പുഴുക്കുത്തുകൾ കൂടി മാറ്റിവെച്ചാൽ നമുക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ തോന്നുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമുണ്ട്. പക്ഷെ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംവിധാനങ്ങളും ഈ ഇന്ത്യയിലുണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സുഖസൗകര്യം ആനുകൂല്യം പറ്റിയിട്ട് വിദേശത്ത് പോയിട്ട് രാജ്യത്തിൻ്റെ കുറ്റങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് അവർ വരുമ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്തിടണമെന്നാണ്. എന്തുകൊണ്ട്? രാജ്യത്തിനെയാണ് കുറ്റം പറയുന്നത്. അതിൽ വളരെ അത്യുന്നതയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കും പങ്കുണ്ട്.